മലയോര മേഖലയിലെ ജനങ്ങളോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിഞ്ചാൽ ചെറുപുഴ. കോൾ 4985240759. മലയോര മേഖലയിലെ ജനങ്ങളോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തി. മാസങ്ങളായി പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരില്ലാതായിട്ട് പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ നിന്നുമാണ് ഡോക്ടർ എത്തി രോഗികളെ പരിശോധിക്കുന്നത്. ആവശ്യത്തിന് ജീവനക്കാരും ഇവിടെയില്ല. വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നുവെങ്കിലും അധികൃതർക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. പുളിങ്ങോം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന മാർച്ച് കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസറായി മറ്റെവിടുന്നോ വന്ന് ആ മെഡിക്കൽ ഓഫീസറുടെ ചാർജ് വഹിക്കും. ഇതെന്തൊരു വിരോധാഭാസമാണ്. ഇവിടെ മലയോര മേഖലയിൽ തിങ്ങിപ്പാർക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ഒരു അത്താണിയായിട്ടുള്ള ഒരു ആശുപത്രിയിലാണ് ഈ ഗതികേട് വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. ദിവസേന 200ഓളം അതിന് മുകളിലോട്ട് രോഗികൾ എത്തുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ വരുന്ന ഒരു ഡോക്ടർ ഇത്രയും രോഗികളെ നോക്കുന്നു. 12 മണി കഴിഞ്ഞാൽ പിന്നെ വരുന്ന രോഗികളെ മടക്കി വിടുന്നു. ഇത് ഈ മഴക്കാലത്ത്, വാസ്തവത്തിൽ മഴക്കാലം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രാഥമിക ഒരുക്കങ്ങളും നടത്തേണ്ടത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തന്നെയാണ്. അത് നോക്കണമെങ്കിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇവിടെ വേണം. ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരില്ല. 4 ഒഴിവുകൾ ഇവിടെ കിടക്കുകയാണ്. ഇതെന്താ ആളില്ല എങ്കിൽ ഇവിടെ നിയമനം നടത്താൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇവിടെ പഠിച്ച് പാസ്സായി നിൽക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെ അതനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് എവിടെയാണ് കുറവ് എന്ന് കണ്ട് അവിടെ ആ കുറവ് നികത്താൻ വേണ്ടി താല്പര്യപൂർവ്വം പണിയെടുക്കണം. മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ രാവിലത്തെ OPയും അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് ഉള്ള ഈവനിങ് OPയും ഇവിടെ വളരെ നല്ല രീതിയിൽ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ദിവസം ഏതാണ്ട് ശരാശരി 700-ഓളം രോഗികൾ ഈ സ്ഥാപനത്തെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറി. ഇന്ന് നമ്മുടെ സമീപ പ്രദേശങ്ങളിലും നമ്മുടെ പ്രദേശത്തൊക്കെ പകർച്ചവ്യാധികളും പനികളൊക്കെ പകർന്നു പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഇവിടെ ആവശ്യത്തിനായ ഡോക്ടർമാരില്ല. ഇപ്പോൾ പെരിങ്ങോത്തുനിന്ന് ഒരു ഡോക്ടർ വന്ന് ആണ് ഇവിടെ സേവനം ചെയ്യുന്നത്. അതും ആ ഡോക്ടറെ കാണാൻ ടോക്കൺ കിട്ടണമെങ്കിൽ രാവിലെ 6 മണിക്കും 7 മണിക്കും തന്നെ ഇവിടെ വന്ന് ക്യൂ നിന്ന് 10-10:30 ആ ഡോക്ടറെ കാണാനുള്ള ടോക്കൺ തീരും. അത് കഴിഞ്ഞ് വരുന്നവർക്ക് ഡോക്ടറെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നത്. മഹേഷ് കുന്നുമ്മൽ, KK സുരേഷ് കുമാർ, A ബാലകൃഷ്ണൻ, TP ചന്ദ്രൻ, ഉഷാ മുരളി, പ്രണവ് കരേള, ലളിത ബാബു എന്നിവർ പ്രസംഗിച്ചു. ജെയിംസ് രാമന്തറ സ്വാഗതവും സുമേഷ് എംബ്രയിൽ നന്ദിയും പറഞ്ഞു. നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ്, സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ടൈൽസ് ഗാലറി ചെറുപുഴ. ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം. ഗവൺമെന്റ്, നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിഞ്ചാൽ ചെറുപുഴ. കോൾ 4985240759.